കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകം. ആ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിക്കുള്ള ശിക്ഷ വന്നിരിക്കുകയാണ്. അതായത് ശരണ്യ, മകനെ അതിക്രൂരമായ തരത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ ആണ് ഇപ്പോൾ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവ് എന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു അരുംകൊല ഉണ്ടായി എന്നത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ശരണ്യ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യം ആയിരുന്നു ഉള്ളത്. ശരണ്യയ്ക്ക് ഇപ്പോഴിതാ ജീവപര്യന്തം തടവ് എന്ന ഏറ്റവും പുതിയ വിവരം ആണ് പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നത്. എന്താകും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലെ വിധി എന്നെല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഇപ്പോഴിതാ 1 ലക്ഷം രൂപ പിഴ എന്ന വാർത്ത കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, ആ വിയാൻ എന്ന കുട്ടിയുടെ ചേതനയേറ്റ ശരീരം നമ്മൾ എല്ലാവരും ഏറെ നെടുവേർപ്പോടുകൂടി കണ്ണീരോടുകൂടി കണ്ട കാഴ്ചയുണ്ടായിരുന്നു. ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നതായിരുന്നു എടുത്തു പറയേണ്ടത്. എന്തായാലും കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നത് വളരെ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. 2020 ഫെബ്രുവരി 17 ആയിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം. മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെ സമീപത്ത് കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ കുഞ്ഞ് അപകടത്തിൽപ്പെട്ടതാണ് എന്ന തരത്തിലൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു എങ്കിലും പിന്നീട് ബോധപൂർവമായ കൊലപാതകം ആണ് നടന്നത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. കുഞ്ഞിനെ വേറെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്നും അങ്ങനെയാണ് കുഞ്ഞ് അവിടെ എത്തിയത് എന്ന തരത്തിലുള്ള ഒരു ഡ്രാമ അന്ന് ശരണ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാരെയും ഒക്കെ ബോധിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ ശരണ്യയ്ക്ക് നേരെ ഉയർന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ശരണ്യ എന്ന 23-കാരി അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കാമുകനോട് ഒപ്പം ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു അരുംകൊല ചെയ്തത് എന്നതായിരുന്നു എല്ലാവരെയും നടുക്കിയ സംഭവമായി മാറിയത്. അവിടെയാണ് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതായത്. ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയിൽ നിറവേറ്റേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലാതെ മാതൃത്വം എന്നത് പൂർത്തിയാകില്ല എന്ന് കോടതി നിരീക്ഷിച്ച സാഹചര്യം. ഇപ്പോഴിതാ KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യയ്ക്ക് ജീവപര്യന്തം എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. എന്തായാലും ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ എന്ന് പലപ്പോഴായി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും കീഴ്ക്കോടതികൾ ജീവപര്യന്തം എന്ന നിലയിൽ ചില വർഷങ്ങളുടെ കണക്കുകൾ കൂടി പുറത്തു പറയാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ബൈജു? തീർച്ചയായും അഭിലാഷേ, ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്തായാലും മനുഷ്യ മനസാക്ഷ്യത്തിന്റെ നടുക്കിയ ഒരു കേസിലാണ് പിഞ്ചു കുഞ്ഞിനെ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ അമ്മയ്ക്ക് ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ചർച്ചയായ ഒരു കേസ് 5 വർഷങ്ങൾക്ക് ശേഷം അതിൽ വിധി വരുന്നു. അതായത് 2020 ഫെബ്രുവരി 17 പുലർച്ചെ 2:45 ഈ ക്രൂരകൃത്യം ഈ അമ്മ ശരണ്യ ചെയ്തത്. ഏതായാലും ഈ കേസിൽ 2ാം പ്രതിയായ ഈ ശരണ്യയുടെ കാമുകൻ നിതിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ മേലുള്ള അപ്പീൽ പോകും എന്നാണ്. അത് വിധിയുടെ പൂർണ്ണഭാഗം വന്നിട്ടില്ല. വിധിയുടെ പൂർണ്ണഭാഗം വന്നതിന് ശേഷം എന്താണ് പോരായ്മകൾ എന്നത് മനസ്സിലാക്കിയതിന് ശേഷം അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് ഈ ജീവപര്യന്തം ശിക്ഷ അല്ല, മരണം ശിക്ഷ തന്നെ നൽകണം എന്ന വധശിക്ഷ തന്നെ നൽകണം എന്നൊരു ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഇതിൽ ഇന്നലെ നടന്ന ശിക്ഷാവിധിന്മേലുള്ള വാദത്തിൽ ചൂടേറിയ വാദങ്ങളാണ് നടന്നത്. വലിയ തോതിൽ വൈകാരിക സംഭവങ്ങളൊക്കെ ഉണ്ടായി. ONBയുടെയും അതുപോലെ തന്നെ അക്കിത്തിൻ്റെയും അമ്മയും കുഞ്ഞും സൂചിപ്പിക്കുന്ന കവിത ചൊല്ലിയായിരുന്നു ഈ പ്രോസിക്യൂഷൻ ഈ വാദം തന്നെ ആരംഭിച്ചത്. അത്രത്തോളം നീചമായൊരു പ്രവൃത്തി, സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം, അങ്ങനെ വളരെ ചർച്ച ചെയ്ത, അത് മാത്രമല്ല വിചാരണ വേളയിൽ ഈ ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചതും വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. അങ്ങനെയുള്ളൊരു കേസിലാണ് 5 വർഷത്തിന് ശേഷം ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഏതായാലും വലിയ
വലിയ തോതിൽ ഇന്നലെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ മഞ്ജു ആന്റണിയും പറഞ്ഞതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുതെന്ന് കോടതിയോട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോടതി അപ്പോഴും ചോദിച്ചത് ഇതാണ്, ഇത് യാദൃശ്ചികമായി നടന്ന ഒരു കൊലപാതകമല്ല, മറിച്ച് ഒരു കൊലപാതകം നടത്തി അതിന്റെ കുറ്റം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഒരു കേസാണ്. അപൂർവങ്ങളിൽ അപൂർവ കേസായി പരിഗണിക്കാൻ പറ്റുന്ന കേസാണെന്ന് പറയുന്ന ഒരു പരാമർശം കോടതി ഇന്നലെ നടത്തുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ജീവപര്യന്തം തടവിനാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുകൂടാതെ 1 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അഭിലാഷ്. കണ്ണൂർ തയ്യിൽ കൂറമ്പക്കാവിന് സമീപത്തുള്ള കൊടുവള്ളി ഹൗസിലെ പ്രണവിന്റെയും അതോടൊപ്പം തന്നെ ശരണ്യയുടെയും മകനായിരുന്നു റിയാൻ പൊന്നൂസ് എന്നാണ് കുടുംബാംഗങ്ങൾ ആ കൊച്ചുകുട്ടിയെ വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് കാമുകനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി അതിക്രൂരമായി ശരണ്യ കൊലപ്പെടുത്തിയത്. അവിടെയാണ് കോടതി ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ അടക്കം വിധിച്ചിട്ടുള്ളത്. ഇതിൽ മകനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ ശരണ്യ കുറ്റക്കാരിയാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കണ്ടെത്തിയ പശ്ചാത്തലം ഉണ്ട്. അതോടൊപ്പം ഈ കൊലപാതകത്തിന് തന്നെ ആരും സഹായിച്ചിട്ടില്ല എന്ന തരത്തിൽ ഉള്ള പ്രതികരണമായിരുന്നു ശരണ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഈ കാമുകന് എതിരായി ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടു പോയി എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ബൈജു സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് പുലർച്ചെ 2:30 ഈ ക്രൂരകൃത്യം ശരണ്യ നടത്തിയത് എന്നാണ്. ഈ കുഞ്ഞിനെ ആദ്യം മുലപ്പാൽ നൽകി ഉറക്കിക്കിടത്തിയ ശേഷം ആ സമയത്ത് തന്നെ കൃത്യം നിർവഹിക്കണം എന്ന് കരുതിയതാണ്. അതിനിടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞ സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഭർത്താവും ഉണരുന്ന പശ്ചാത്തലമുണ്ടായി. വീണ്ടും ഈ കുഞ്ഞിന് പാൽ കൊടുക്കാൻ എന്ന മട്ടിൽ ശരണ്യ വീടിന് പിന്നാമ്പുറത്തേക്ക് പോയി എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വീണ്ടും കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷം വാതിൽ തുറന്ന് മതിലിനടുത്തുള്ള ഇടുങ്ങിയ വഴിയിലൂടെ കടൽ തീരത്ത് എത്തുകയായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ആണ് ഇങ്ങനെ എത്തിയത്. അങ്ങനെ ആണ് ഈ പിഞ്ചു കുഞ്ഞിനെ കടലിലേക്ക് എറിഞ്ഞത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടെ ഉറക്കത്തിനിടയിൽ നിന്ന് ഈ കുട്ടി ഉണർന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഉച്ചത്തിൽ കരയുകയും ചെയ്തു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ വീണ്ടും കടലിലേക്ക് തന്നെ എറിഞ്ഞ് കുട്ടി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ആണ് ഉണ്ടായത് എന്നതാണ് ഒരുപക്ഷെ മലയാളികളുടെ മനസാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ആയിരുന്നു ശരണ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇങ്ങനെയുള്ള ഒരു കൊലപാതകം, അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച പശ്ചാത്തലം, ആ നിലയിൽ കൂടി ഈ വിധി എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് ബൈജു? അഭിലാഷ്, ഇപ്പോൾ ഈ കോടതിയിൽ ഈ ശരണ്യ ഇപ്പോൾ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം വന്നത് പിഴത്തുക കുട്ടിയുടെ അച്ഛന് പ്രണവിന് നൽകണമെന്നാണ്. അതായത് ഈ ശരണ്യയുടെ ഭർത്താവിന് ഈ പണം നൽകണമെന്ന ഒരു പരാമർശം കൂടി കോടതി നടത്തിയിരിക്കുന്നു എന്നാണ്. ശരണ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വിധി ഇപ്പോൾ കേട്ടത്. ജീവപര്യന്തം തടവ്. ഒരു പക്ഷേ പ്രോസിക്യൂഷൻ പ്രധാനമായും ബാധിച്ചത് ഈ കേസിൽ ഇവർക്ക് വധശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്ന ഒരു ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ അപ്പീൽ പോകാനുള്ള നടപടികൾ അത് അല്പസമയത്തിനകം തന്നെ പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും ഈ കാമുകനുമായി ഈ ശരണ്യക്കുള്ള ബന്ധം അത് കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പോലീസിന് എതിരെയും പ്രോസിക്യൂഷനെതിരെയും വലിയ പരാമർശം കോടതി നടത്തുകയുണ്ടായി. ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ അപ്പീൽ ഇനി ഈ ജീവപര്യന്തം തടവിനും ഒരു പക്ഷേ അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ക്രൂരമായ നീചമായ ഒരു പ്രവൃത്തിയാണ് ഒരു അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് ഓർക്കണം. വലിയ തോതിൽ പ്രതിഷേധം ശരണ്യക്കെതിരെ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതായത് ഈ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. ഭർത്താവിനെ ഇതിനായി ആസൂത്രണം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഭർത്താവിന് ഒപ്പം കിടക്കുകയായിരുന്ന ഈ 1.5 വയസ്സുകാരൻ വിയാനെ ഈ പുലർച്ചയോടുകൂടി എടുത്ത് അവിടെ നിന്നും കൊണ്ടുപോയി കടലിലെറിയുന്നു. കടലിലെറിഞ്ഞതിന് ശേഷം ഈ കുട്ടി മരിക്കുന്നില്ല. കരച്ചിൽ കേട്ടപ്പോൾ വീണ്ടും ആ കുഞ്ഞിനെ എടുത്ത് പാറക്കെട്ടിലേക്ക് അതിക്രൂരമായി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി. അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം വീട്ടിലേക്ക് ഇന്നലെ തിരിച്ചു വന്ന് അവിടെ കിടന്നുറങ്ങുകയും, അതുമാത്രമല്ല കോടതി ജഡ്ജി ഒരു പരാമർശം ഇന്നലെ ഉണ്ടായത് അതിനുശേഷം ഇവർ ഈ കാമുകനായ പ്രണവിനെ ഫോണിൽ വിളിക്കുന്നു. മാത്രമല്ല ഈ കേസ് ഈ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. അതായത് കോടതി ചോദിച്ചത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇതിൽ ശാസ്ത്രീയമായ ഒരു തെളിവ് ഇവരുടെ സാരിയിലും അതുപോലെ തന്നെ ചെരുപ്പിലും ഉണ്ടായ ഉപ്പുവെള്ളത്തിന്റെ അംശമാണ്. അതാണ് ഈ കേസിൽ നിർണായകമായത്. അങ്ങനെ ഒരു തെളിവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കേസ് പ്രതിയാവുക ഈ ഭർത്താവിന്റെ മേലായിരുന്നില്ല ഈ കേസ് ഇപ്പോൾ ഈ കോടതിയിൽ വന്നു നിൽക്കുക ഇതിന്റെ കുറ്റക്കാരനായി ഭർത്താവായിരിക്കില്ലേ എന്നൊരു ചോദ്യം കോടതി ചോദിക്കുകയുണ്ടായി.
സാധ്യതയുണ്ട്. ഏതായാലും ഇതിൽ ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു കേസാണ്. അത്രത്തോളം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ഇപ്പോൾ ഇവളെ ശരണ്യ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതും ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ തുക 1 ലക്ഷം രൂപ ഭർത്താവിന്, അതായത് പ്രണവിന് ഈ പണം കൊടുക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശരണ്യ ഇപ്പോൾ ഈ വിധി കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. അഭിലാഷ്, തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ തുടക്കത്തിൽ ശരണ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്നത് ഈ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന തരത്തിലായിരുന്നു. പിന്നീട് അത് ഭർത്താവായ പ്രണവിനെ അതിൻ്റെ കുറ്റം ചുമത്തുക, അല്ലെങ്കിൽ പ്രണവിൻ്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ഒരു ശ്രമം ശരണ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് കാമുകനായിട്ടുള്ള നിതിൻ്റെ ഫോൺ കോളുകൾ എന്നതായിരുന്നു. പ്രത്യേകിച്ച് ശരണ്യയെ ചോദ്യം ചെയ്ത മണിക്കൂറുകളിൽ തുടർച്ചയായി ഏതാണ്ട് 20 തവണ നിതിൻ്റെ ഭാഗത്ത് നിന്ന് കോളുകൾ വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അവിടെ ബൈജു, എന്തായാലും പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഒക്കെ വിമർശനം നേരിട്ടു എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായി ഈ കുറ്റകൃത്യം നിർവഹിച്ചത് ശരണ്യ തന്നെ എന്ന് കണ്ടെത്തുവാനും അത് തെളിയിക്കുവാനും സാധിച്ചു. അവിടെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു ഗൂഢാലോചന, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് നിതിൻ്റെ ഫോൺ കോളുകൾ തന്നെയാണ്. അവർ തമ്മിലുള്ള അടുപ്പം കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ നിതിന് എന്ത് പങ്ക് ഈ കൊലപാതകത്തിൽ എന്നുള്ളിടത്താണ് താൻ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഇത് നിർവഹിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ശരണ്യയ്ക്ക് മാത്രമായി ശിക്ഷ മാറിപ്പോകുന്നത്. ഒപ്പം ഈ തെളിവുകൾ, കെട്ടിൽ നിന്ന് കണ്ടെത്തിയ ചെരുപ്പ്, വസ്ത്രത്തിലെ ഉപ്പുരസമുള്ള കടൽവെള്ളം, ഇതെല്ലാം വളരെ നിർണായകമായി ആ നിലയിൽ അന്വേഷണ സംഘത്തിന് ഈ ശരണ്യയ്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണല്ലോ. തീർച്ചയായും അഭിലാഷ്, അത് കാരണം ദൃക്സാക്ഷി പോലും ഇല്ലാത്തൊരു കേസിൽ അത്തരത്തിൽ കുറ്റം തെളിയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന കുറ്റം, നമുക്കറിയാം പല കേസുകളിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ദിലീപ് കേസിലൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമാണത്. അങ്ങനെ ഗൂഢാലോചന കുറ്റമാണ് ഈ നിതിനെതിരെ ചുമത്തിയിരുന്നത്. ആ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യമുണ്ടായത്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ തെളിവുകൾ, അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായെന്ന് ജഡ്ജി വ്യക്തമാക്കുമ്പോഴും അതിൽ ഗൂഢാലോചന തെളിയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അത് നേരത്തെ ഉണ്ടായ പല കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ശരണ്യയുടേത് അങ്ങനെയല്ല. ഒരു ഇത്രയും നീചമായ ഒരു കൊലപാതകം നടത്തി ഒന്നും അറിയാതെ പോലെ വീട്ടിൽ തിരിച്ചെത്തി ഭർത്താവിനെ മേൽ ഈ കുറ്റം ചുമത്തുകയും പിന്നീട് കാമുകിനൊപ്പം ജീവിക്കാമെന്നും ആഗ്രഹിച്ച അത്തരത്തിൽ ഒരു വളരെ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്. അത് കോടതി തന്നെ എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു നിരപരാധിയുടെ മുകളിൽ, അത് ഈ ഭർത്താവിന്റെ മുകളിൽ ഈ കുറ്റം കെട്ടിച്ചുമത്തി ഈ കോടതിയിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വസ്ത്രത്തിലും അതുപോലെ തന്നെ ചെരുപ്പിലും ഉണ്ടായ ഈ ഉപ്പിന്റെ അംശം, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. അങ്ങനെ ഒരു തെളിവ്, ശാസ്ത്രീയമായ ഒരു തെളിവില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് തന്നെ മാറി മറിഞ്ഞേനെ, ഈ ഭർത്താവിനെ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായേനെ, ഭർത്താവ് ഈ നിയമ നടപടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം ആസൂത്രണം ചെയ്ത ഒരു കേസിലാണ് ശരണ്യക്കെതിരെ തെളിവുകൾ കണ്ടെത്താനും ഇപ്പോൾ ഇത്രയെങ്കിലും, അതായത് ജീവപര്യന്തം തടവിനെങ്കിലും ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിച്ചത്. ഇതിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് ഇതൊരു സമൂഹത്തിന് ഒരു സന്ദേശമായിരിക്കണം. ഓരോ ഇത്തരം നീച പ്രവർത്തികൾ ചിന്തിക്കുന്നവർക്ക് പോലും ഒരു സന്ദേശമായിരിക്കണം. കാരണം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത് വലിയൊരു സന്ദേശമായിരിക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴും ഇതിൽ ഒരുപാട് അപാകതകളുണ്ട്. ഇത്തരത്തിൽ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ശാസ്ത്രീയമായ തെളിവുകളിൽ അത്രത്തോളം മുന്നോട്ട് പോവുക അത് ഏതായാലും ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോഴും ഈ ജഡ്ജ് ഈ കാര്യത്തിൽ ഒരു കാര്യം ഇന്നലെ വ്യക്തമാക്കിയത് ഇത് തന്നെയാണ്. അപൂർവമായ കേസായി വേണമെങ്കിൽ ഇത് പരിഗണിച്ചൂടെ എന്നൊരു ചോദ്യം പോലും കോടതി ചോദിക്കുകയുണ്ടായി. അത്തരം വധശിക്ഷ നൽകും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു കൊലപാതകം, 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിധി വരുന്നതും. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശരണ്യ ഈ വിധി പ്രസ്താവനം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ 1 ലക്ഷം രൂപയാണ് ഇവർക്ക് പിഴ ശിക്ഷയായി വിധിച്ചിട്ടുള്ളത്. ആ തുക പ്രണവിന് നൽകണം, ഇവരുടെ ഭർത്താവിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിധിയുടെ വിശദാംശങ്ങൾ, പൂർണ്ണമായ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അത്തരം വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇതിൽ അപ്പീൽ നടപടികൾ ഏത് രീതിയിൽ പോകണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് ഇതിൽ 2ാം പ്രതിയായ ശരണ്യയുടെ കാമുകൻ നിതിനെ കോടതി വെറുതെ വിട്ട സാഹചര്യം, അതിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അത് പരിഹരിച്ചുകൊണ്ട്, അത് കണ്ടെത്തിക്കൊണ്ട് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും 5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകം ആയിരുന്നു അത്. പ്രത്യേകിച്ച് പാലൂട്ടി വളർത്തേണ്ട കരങ്ങൾ തന്നെയായിരുന്നു ആ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്തത് എന്നത് തന്നെയായിരുന്നു. ആ കേസിൽ ആണ് ഇപ്പോൾ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും ഒപ്പം 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത്.